നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രിസഭയിൽ നിന്ന് രാജി. വിദ്യാഭ്യാസ മന്ത്രി മേവലാൽ ചൗധരിയാണ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇത് 7ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. ബിജെപിയുമായി നടത്തിയ നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് ജെഡിയുവിന് പ്രധാനമായ വകുപ്പുകളുടെ മന്ത്രിപദവി ലഭിച്ചത്. വഴക്കിട്ട് വാങ്ങിയ മന്ത്രിസ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് നിയോഗിച്ച വ്യക്തി അധികാരമേറ്റതിന്റെ 3ാം നാൾ രാജിവെച്ചത് നിതീഷ് കുമാറിനെ ചെറുതായൊന്നുമല്ല ബാധിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിതീഷ് കുമാറിനെ അലട്ടിയ അഴിമതി ആരോപണങ്ങളിലാണ് രാജിയെന്നതും ഇരട്ടിപ്രഹരമാണ്. ഭഗൽപൂർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായിരിക്കെ അധ്യാപക ശാസ്ത്രജ്ഞ നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാണ് മേവ്ലാലിനെതിരായ ആരോപണം. ഇതേ ആരോപണത്തിലാണ് 2017 നടപടിയും. कोई भी केस तब प्रूफ होता है जब आपके पास चार्जशीटेड हो या कोर्ट ने कुछ फैसला किया हो. ना हम अभी चार्जशीटेड हैं, ना हमारे ऊपर कोई आरोप सिद्ध हुआ है. अब इसके बारे में आप सोच लीजिए. രാജിക്ക് മുന്നേ പ്രതിപക്ഷം പുറത്തുവിട്ട മറ്റൊരു വീഡിയോയും മേവ്ലാലിന് എതിരാവുകയായിരുന്നു. ദേശീയ ഗാനം തെറ്റിച്ചു പാടുന്ന ദൃശ്യമായിരുന്നു ഇത്. पंजाब बसंत गुजरात मराठा द्राविड़ उत्कल गंगा हिंद हिमाचल गाए गंगा उछल रंग तिरंगा जय हो जय हो जय हो. മേവ്ലാൽ മാത്രമല്ല അഴിമതി ആരോപണ നിഴലിലുള്ള മന്ത്രി. പുതിയതായി ചുമതലയേറ്റ 14 മന്ത്രിമാരിൽ 8 പേർക്കെതിരെ ക്രിമിനൽ കേസ് നിലനിൽക്കുന്നുണ്ട്. 6 മന്ത്രിമാർ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടവരാണ്. ബിജെപിയിൽ നിന്നുള്ള 4 മന്ത്രിമാരും ജെഡിയുവിലെ 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവയിൽ നിന്നുള്ള ഓരോ മന്ത്രിമാർക്കുമെതിരെയാണ് കേസുള്ളത്. 4 മന്ത്രിമാർക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മാത്രമാണ് വിദ്യാഭ്യാസമെന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തുടക്കത്തിലെ ഏറ്റ കല്ലുകടിയിൽ നിന്ന് സർക്കാരിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നത് നിതീഷ് കുമാറിന് മുന്നിലുള്ള വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ചും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഒരു മന്ത്രിക്കെതിരെയാണ് അഴിമതി ആരോപണം എന്നുള്ളത് നിതീഷ് കുമാറിന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കുന്നു. ഇതിനു പുറമെയാണ് മുന്നണിയിൽ വലിയ ഒറ്റകക്ഷിയല്ല എന്ന ഘടകം. NDAയിൽ ബിജെപിയുടെ സമ്മർദ്ദവും നിയന്ത്രണവും വർദ്ധിക്കുന്നതും നിതീഷ് കുമാർ ക്യാമ്പിനെ ചെറുതായൊന്നുമല്ല അലട്ടുന്നത്. വീണ് കിട്ടുന്ന ഓരോ തുറുപ്പുചീട്ടും ബിജെപി ആയുധമാക്കുമെന്ന ഉറപ്പ് ജെഡിയുവിനുണ്ട്. ഈ സർക്കാർ അധികാരം ഒഴിയും മുൻപ് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനായില്ലെങ്കിൽ ബീഹാറിൽ ജെഡിയുവിന്റെ നിലനിൽപ്പ് പോലും പരുങ്ങലിലാകുമെന്ന ബോധ്യവും നിതീഷ് കുമാറിനുണ്ട്. അതിനാൽ തന്നെ തുടർന്നുള്ള ഓരോ നടപടികളും നീക്കങ്ങളും കരുതലോടെ മാത്രമേ നിതീഷ് കുമാറിന് എടുക്കാൻ സാധിക്കൂ. ബീഹാർ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം കോൺഗ്രസിന് തീരെ തലവേദനയാവുകയാണ്. നേതൃത്വത്തിനെതിരെ വീണ്ടും വാളെടുത്ത സിബലിന് ഇത്തവണ പി ചിദംബരത്തിന്റെ കൂടി പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേതാക്കളുടെ രാജി. ബീഹാറിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞ കോൺഗ്രസിൽ തിരുത്തൽ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ഉത്തരേന്ത്യയിൽ പാർട്ടിയുടെ പ്രസക്തി നഷ്ടമായെന്നും ജനം കോൺഗ്രസിനെ ബദലായി കാണുന്നില്ലെന്നുമായിരുന്നു കപിൽ സിബലിന്റെ പുതിയ വിമർശനത്തിന്റെ ഉള്ളടക്കം. जो लोग वहां होते हैं उनका कनेक्ट टूट गया लोगों के साथ. वो ब्लॉक लोगों के साथ कनेक्ट टूट गया है, डिस्ट्रिक्ट लोगों के साथ कनेक्शन टूट गया है. प्रॉब्लम क्या है कि जब कोई पदाधिकारी हमारी पार्टी में बनता है तो वो लेटर पैड तो छाप देता, विजिटिंग कार्ड भी बना देता,
तो वो समझता है कि बस मेरा काम खत्म हो गया। काम तो उस वक्त से शुरू होना चाहिए। इश्क होना चाहिए आदमी को पार्टी से। ബീഹാറിലെ തോൽവിയെക്കുറിച്ച് ചുറ്റുമുള്ളവർ പറയുന്നത് മാത്രമാണ് നേതൃത്വം കേട്ടതെന്നുള്ള പരാമർശം രാഹുൽ, സോണിയ എന്നിവരുടെ ഉപദേശകരെ ലക്ഷ്യമിട്ടുള്ള വിമർശനമായിരുന്നു. പാർട്ടി ഇപ്പോഴും ശക്തമായ സംസ്ഥാനങ്ങളിൽ പോലും ജനം വിശ്വാസം അർപ്പിച്ചില്ല. അത് അംഗീകരിക്കാനുള്ള തന്റേടവും ആർജവവും പാർട്ടി കാട്ടണമെന്നും കപിൽ സിബൽ ആവശ്യപ്പെടുന്നു. സോണിയാഗാന്ധിക്ക് കത്തെഴുതിയവരിൽ ഉൾപ്പെടാത്ത പി ചിദംബരം സിബലിന്റെ വാദത്തെ പിന്തുണച്ചത് നേതൃത്വത്തിനെതിരായ അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ വർദ്ധിക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ചിദംബരത്തിന്റെയും കപിൽ സിബലിന്റെയും നിലപാടുകളെ അശോക് ഗെഹ്ലോട്ട്, സൽമാൻ ഖുർഷിദ്, അധിർ രഞ്ജൻ ചൌധരി തുടങ്ങിയ നേതാക്കൾ എതിർത്തെങ്കിലും കാര്യമായ പിന്തുണ ഇവർക്ക് ലഭിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിന് തെളിവാണ് മൻമോഹൻ സിംഗിനെ അധ്യക്ഷനാക്കി 3 സമിതികൾ രൂപീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, എം വീരപ്പ മൊയ്ലി, ശശി തരൂർ എന്നീ നേതാക്കളെയും ഉൾപ്പെടുത്തിയാണ് സമിതികൾ രൂപീകരിച്ചത്. സഖ്യകക്ഷികളും കോൺഗ്രസിനെതിരെ രംഗത്തെത്തുന്നതും നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് RJD മുൻ ഉപാധ്യക്ഷൻ ശിവാനന്ദ് തിവാരി തുറന്നടിച്ചത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ രാഹുൽ പിക്നിക് നടത്തുകയായിരുന്നു എന്നാണ് വിമർശനം. കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന ഒബാമയുടെ അഭിപ്രായം വെളിപ്പെട്ടതിന് പിന്നാലെ സഖ്യകക്ഷിയിൽ നിന്നുണ്ടായ വിമർശനം ഗാന്ധി കുടുംബത്തെ ബാധിക്കുമെന്ന് ഉറപ്പ്. यहाँ चुनाव हो रहा है, राहुल गांधी जो है प्रियंका जी के साथ जाकर के मैंने शिमला में उनके घर पर पिकनिक मना रहे हैं। कांग्रेस जो है महागठबंधन के पैर में जंजीर बन गई। अब 70 उम्मीदवार कांग्रेस के लड़े और कांग्रेस ने 70 सभा भी नहीं किया। राहुल गांधी 3 दिन के लिए आए, एक दिन में 2 सभाएं उन्होंने की। प्रियंका जी का दर्शन नहीं हुआ, या बिहार से अपरिचित लोग चले आए यहाँ। अब आज कांग्रेस पार्टी के कार्यकर्ता जो है सदाकत आश्रम में बैठ करके पार्टी के नेतृत्व पर आरोप लगा रहे हैं। ये ठीक नहीं है और हमको ऐसा लगता है कि सिर्फ बिहार का ही मामला नहीं है, अन्य प्रदेशों में भी कांग्रेस पार्टी जोर इस पर ज्यादा देती है कि हम अधिक से अधिक सीट लड़ें, अधिक से अधिक सीट कैसे जीते, इसमें कांग्रेस पार्टी असफल हो जाती है. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്താഞ്ഞതും തിവാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുന്നണിയുടെ തോൽവിയുടെ കാരണം കോൺഗ്രസ് ആണെന്ന ആത്മവിമർശനം താരിഖ് അൻവർ നടത്തിയെങ്കിലും ഇതാദ്യമായാണ് RJD കോൺഗ്രസിനെതിരെ രംഗത്തെത്തുന്നത്. യഥാർത്ഥ ചിത്രം തിരിച്ചറിയാൻ നേതൃത്വം വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സിബലിന്റെ വാക്കുകൾക്ക് ഇതോടെ ബലമേറുകയാണ്. രാഹുലിനും സോണിയയ്ക്കും ചുറ്റും ഉപഗ്രഹങ്ങളെ പോലെ കറങ്ങുന്ന ഉപദേശക വൃന്ദങ്ങൾ തന്നെയാണ് പ്രധാന പ്രശ്നമെന്ന അടക്കം പറച്ചിലുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശക്തവും ഹ്രസ്വകാല നടപടികളും ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കൂടുതൽ ഇരുളടയുമെന്ന ആശങ്ക പല നേതാക്കളും പങ്കുവയ്ക്കുന്നു. സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിക്കഴിഞ്ഞു. കാൺപൂരിൽ 7 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മൃഗീയമായി കൊല്ലപ്പെട്ടത്. ഫത്തേപൂരിൽ 2 ദളിത് പെൺകുട്ടികളെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും ഈ ആഴ്ച തന്നെ. ഹാത്രസ് കേസിൽ രൂക്ഷ വിമർശനങ്ങൾ നേരിടവെയാണ് ഉത്തർപ്രദേശിൽ പീഡനങ്ങൾ തുടർക്കഥയാകുന്നത്. ഉന്നാവിനും ഹാത്രസിനും പിന്നാലെ ബുലന്ദ്ശഹറിൽ നിന്നും കാൺപൂരിൽ നിന്നും കേട്ടത് ക്രൂര പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളാണ്. കാൺപൂരിൽ 7 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് വയറ് കീറി കരൾ നഷ്ടപ്പെട്ട നിലയിലാണ്. ദുർമന്ത്രവാദത്തിന് വേണ്ടിയായിരുന്നു ഈ അരുംകൊല. കൊല നടത്തിയതാകട്ടെ പെൺകുട്ടിയുടെ ബന്ധുക്കളും. മക്കളില്ലാതിരുന്ന
പരശുറാം സുനൈന ദമ്പതികൾക്ക് കുട്ടികളെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ദുർമന്ത്രവാദം. പരശുറാമിന്റെ അനന്തരവൻ അങ്കുലും സുഹൃത്ത് ബീരനും ചേർന്നാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. उसके गले की ये चीज नहीं है और एक सीना कटा हुआ है, सारी जो चीज अंदर होती है वो सारी निकाल ली गई है उसके अंदर कुछ भी नहीं है. ബുലന്ദ്ഷഹറിൽ പീഡനത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി പൊള്ളലേറ്റ് മരിച്ചതും ഈ ആഴ്ചയാണ്. ഓഗസ്റ്റ് 15-ന് പീഡനത്തിനിരയായ പെൺകുട്ടി ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതിയുടെ ബന്ധുക്കൾ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇതിനിടെ ശ്രമിച്ചു. എന്നാൽ ഇതിന് പെൺകുട്ടിയും കുടുംബവും വഴങ്ങിയില്ല. ഇതിനുശേഷമാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ടായി. എന്നാൽ മകളെ കൊലപ്പെടുത്തിയതാണെന്ന നിലപാടിൽ അച്ഛൻ ഉറച്ചു നിന്നതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഫത്തേപൂരിൽ 12ഉം 8ഉം വയസ്സുള്ള 2 ദളിത് പെൺകുട്ടികളെയും ദീപാവലി ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 11 വർഷമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ ഡാർക്ക്നെറ്റിൽ വിറ്റിരുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ എഞ്ചിനീയർ പിടിയിലായതും കഴിഞ്ഞ ദിവസമാണ്. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തുവരുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ഉത്തർപ്രദേശിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുകയാണ് പ്രതിദിനം പുറത്തുവരുന്ന കേസുകൾ. പീഡനങ്ങൾ മാത്രമല്ല, ഇരകൾക്ക് നേരെയുള്ള നീതി നിഷേധവും മിക്ക കേസുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിന്റെ ആഘാതം കൂട്ടുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ദസറയും ദീപാവലിയും തുടങ്ങിയ ആഘോഷങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. പ്രതിദിന കോവിഡ് കേസുകൾ 30,000-ൽ താഴെ വരെ എത്തിയ ഘട്ടത്തിലാണ് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചത്. ദസറയും തൊട്ടുപിന്നാലെ എത്തിയ ദീപാവലിയും തന്നെയാണ് രോഗവർദ്ധനയുടെ പ്രധാന കാരണമെന്ന് സർക്കാരും ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. നിയന്ത്രണങ്ങളോടെ ആഘോഷങ്ങൾ നടത്തണമെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശം ഉത്സവ ആവേശത്തിൽ ജനങ്ങൾ മറന്ന മട്ടായിരുന്നു. ദീപാവലിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ മാർക്കറ്റുകളിലും നിരത്തുകളിലും ആളുകളുടെ ബാഹുല്യം ഇത് വ്യക്തമാക്കുന്നു. രോഗവ്യാപനത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ഈ വീഴ്ച തന്നെയാണ്. രോഗം ഭേദമാകുന്നവരെക്കാൾ പുതിയ രോഗികളുണ്ടായത് 48 ദിവസങ്ങൾക്ക് ശേഷമാണ്. രോഗവർദ്ധന ഏറെ ആശങ്ക നൽകുന്നത് ഡൽഹിയിലാണ്. പ്രതിദിന കേസുകൾ ഡൽഹിയിൽ 5000-ഉം 6000-ഉം ഒക്കെ കടന്നു. രോഗം പിടിച്ചുകെട്ടാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും രോഗവ്യാപനത്തിൽ കുറവില്ല. അടച്ചിടൽ ഇനി പ്രായോഗികമല്ലെന്ന നിലപാടാണ് സർക്കാരിന്റേത്. दिल्ली सरकार का लॉकडाउन का कोई इरादा नहीं है और हम ये भी मानते हैं कि लॉकडाउन कोई सॉल्यूशन नहीं है कोरोना से लड़ने में. कोरोना से अगर ठीक से लड़ना है तो सॉल्यूशन है बेटर हॉस्पिटल मैनेजमेंट. तो मेन चीज ये है कि कोरोना को लॉकडाउन से नहीं रोका जा सकता है. कोरोना को कंट्रोल करना है, अगर कोरोना को ठीक से हैंडल करना है तो मेडिकल मैनेजमेंट बहुत अच्छा चाहिए और दिल्ली सरकार ठीक से कर रही है. सरकार का लॉकडाउन का कोई इरादा नहीं है. ഹരിയാനയിൽ സ്കൂൾ തുറന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ രോഗവ്യാപനം ഉയർന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രേവാരിയിൽ 30 സ്കൂളുകളിലായി 91 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 150 വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ നവംബർ 30 വരെ സ്കൂളുകൾ അടച്ചിടാൻ ഹരിയാന സർക്കാർ ഉത്തരവിട്ടു.
ഉത്തരേന്ത്യയിൽ തണുപ്പുയർന്നതും രോഗവ്യാപനത്തിന്റെ മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. തണുപ്പ് കാലാവസ്ഥ വൈറസ് വ്യാപനത്തിന് സഹായിക്കുമെന്ന സ്ഥിരീകരണമില്ലെങ്കിലും ആരോഗ്യ വിദഗ്ധർക്കിടയിൽ അത്തരം അഭിപ്രായം ഇപ്പോഴും സജീവമാണ്. രാത്രി പട്രോളിംഗിനിടെയാണ് ക്രൈംബ്രാഞ്ച് DSPമാരായ രത്നേഷ് സിംഗ് തോമറും വിജയ് സിംഗ് ഭദോരിയയും ഗ്വാളിയോറിലെ ലഷ്കറിലെത്തിയത്. അർദ്ധരാത്രി ചവറുകൾക്കിടയിൽ ഭക്ഷണം തിരയുന്ന ഒരാളെ കണ്ടു. രാത്രിയിലെ തണുപ്പിനെ നേരിടാൻ വേണ്ട വസ്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന ആ ഭിക്ഷാടകന് പുതപ്പ് നൽകാൻ ഇരുവരും അടുത്തെത്തി. ഇവിടെയാണ് ട്വിസ്റ്റ്. അടുത്തെത്തിയ ഉദ്യോഗസ്ഥരോട് ഭിക്ഷാടകൻ അവരുടെ പേര് വിളിച്ച് കുശലം ചോദിച്ചു. ഇതോടെ അവരുടെ പേര് എങ്ങനെ അയാൾക്കറിയാമെന്ന സംശയത്തിലായി ഇരുവരും. തുടർന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് 15 വർഷങ്ങൾക്ക് മുൻപ് അവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന മുൻ സബ് ഇൻസ്പെക്ടർ മനീഷ് മിശ്രയായിരുന്നു ആ ഭിക്ഷാടകനെന്ന്. മനീഷിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഒപ്പം വരാൻ തയ്യാറായില്ല. ഇതോടെ ഒരു പോലീസുകാരനെ മഫ്തിയിൽ മനീഷിനൊപ്പം നിർത്തി ഇരുവരും മടങ്ങി. മനീഷിനെ പിന്നീട് സ്വർഗസദൻ എന്ന സംഘടനയ്ക്കൊപ്പമാക്കി. 2000-ലാണ് മനീഷ് പോലീസ് സർവീസിൽ സബ് ഇൻസ്പെക്ടറായി പ്രവേശിക്കുന്നത്. ബാച്ചിലെ മികച്ച ഷാർപ്പ് ഷൂട്ടറും അത്ലറ്റുമൊക്കെ ആയിരുന്നു. 2005-ന് ശേഷം മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ലീവെടുത്ത മനീഷ് പിന്നീട് സർവീസിൽ തിരികെ പ്രവേശിച്ചില്ല. ഇതേ തുടർന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. 2008-ൽ കുടുംബത്തോടൊപ്പം ഗ്രാമത്തിലായിരുന്നുവെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാകാമെന്ന നിഗമനത്തിലാണ് സുഹൃത്തുക്കൾ. പോലീസ് സർവീസിലുള്ള സഹോദരനെ മനീഷിനെ കണ്ടുകിട്ടിയ വിവരം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന പ്രതീക്ഷ ഇവർക്കില്ല. ആരും വന്നില്ലെങ്കിലും മനീഷിന് വേണ്ട ചികിത്സയും പരിരക്ഷണവും നൽകാനാണ് രത്നേഷിന്റെയും വിജയ് സിംഗിന്റെയും തീരുമാനം. വാർദ്ധക്യത്തിൽ ഒതുങ്ങിക്കൂടണോ അതോ സാഹസികമായ യാത്രകളിലും പ്രവൃത്തികളിലും പങ്കെടുക്കണോ? സാഹസികമെന്ന ഉത്തരം നൽകുന്ന ചിലരെ പരിചയപ്പെടാം ഇനി. कुठे चालले आजी? ट्रान्सफर करा प्लीज. कुठे चालले आजी? मी वैष्णोदेवीला चालले. वैष्णोदेवीला? कुठून आल्या? मी इथून आले. हा? शांततेने. काय हे चॅनलचं आहे की प्रायव्हेट आहे? नाही, प्रायव्हेट आहे. डॉक्टर आहे. मी खामगावातली राहणारी आहे. अच्छा. अमरनाथला जायचे आहे मला. अच्छा. किती वय तुमचं? 68. हिंमत खूप आहे. एकट्याच आहेत का? अच्छा. बरंच आहे, 1700-1800 किलोमीटर असेल बहुतेक वैष्णोदेवी. 2200 കിലോമീറ്റർ. ഇത് 68 വയസ്സുള്ള രേഖ ദേവ്ബൻകർ. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് സൈക്കിളിൽ യാത്ര നടത്തുകയാണ് ഇവർ. ജൂലൈ 24-നാണ് യാത്ര തുടങ്ങിയത്. സൈക്കിളിന് മുന്നിൽ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര എന്ന ബോർഡും അത്യാവശ്യം വേണ്ട ഭക്ഷണവുമൊക്കെ കയ്യിൽ കരുതിയാണ് യാത്ര. ഏകദേശം 2200 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ക്ഷേത്രത്തിലെത്താൻ. പ്രതിദിനം 40 കിലോമീറ്ററാണ് രേഖ സഞ്ചരിക്കുന്നത്. രത്തൻ ശാരദ എന്നയാൾ ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് രേഖയുടെ യാത്രയുടെ കഥ ലോകമറിഞ്ഞത്. വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ 1,00,000-ലേറെ പേരാണ് ദൃശ്യം കണ്ടതും പങ്കുവച്ചതും. तुम्ही एकट्याच? मी एकटीच आहे. आपल्या मराठी माणसांनी आणि त्याला त्या लेडीजनी कधी धाडस करायचं
सारे कोणी आपल्या नावावरती द्यायचं हे खपून घेतात. पाणी तुम्ही सोडा मी सायकल वापरतो तुम्ही पाणी घ्या. 3 വർഷം മുൻപ് 70 വയസ്സുകാരിയും മഹാരാഷ്ട്രയിൽ നിന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് സൈക്കിളിൽ യാത്ര നടത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ സൈക്കിളിലെ സാഹസിക യാത്രയാണെങ്കിൽ സിക്കിമിലത് പാരാഗ്ലൈഡിംഗ് ആണ്. വയസ്സിൽ ടാൻഡം പാരാഗ്ലൈഡിംഗ് നടത്തിയിരിക്കുകയാണ് ഡുക്മിത് ലെപ്ച. ഒക്ടോബർ 28-നാണ് ആംഗി ബുദ്ധസന്യാസി കേന്ദ്രത്തിന് സമീപമുള്ള രംഗയിൽ നിന്ന് ലെപ്ച പാരാഗ്ലൈഡിംഗ് നടത്തിയത്. ലെപ്ചയ്ക്ക് പിന്നാലെ നവംബർ 2-ന് 82-കാരനായ അഭിചന്ദ്ര ഗൗതമും പാരാഗ്ലൈഡിംഗ് നടത്തി. പ്രായം വെറും ഒരു അക്കമാണെന്ന് ഇന്നിവർ തെളിയിക്കുകയാണ്. ചെറുപ്പക്കാർ കരുതിയിരിക്കുക. ജമ്മു കാശ്മീരിൽ മഞ്ഞ് വീണ് തുടങ്ങിയിരിക്കുന്നു. സീസണിലെ ആദ്യ മഞ്ഞ് വീഴ്ചയെ വിനോദസഞ്ചാരികളും തദ്ദേശീയരും കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. ഈ മഞ്ഞുകാഴ്ചയോടെ ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.